ഖത്തറിലേക്ക് വരുന്ന ആളുകൾക്കും ഇവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്കും കൈവശം വയ്ക്കാവുന്ന പണത്തിൻ്റെ അളവിലോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ അളവിലോ എന്തെങ്കിലും നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടോ? പലർക്കുമുള്ള ഒരു സംശയമാണത്. ഖത്തർ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇതിലൊരു വ്യക്തത വരുത്തിയിരിക്കുന്നു. 2019 മുതലുള്ള നിയമം തന്നെയാണിത്. ഇതനുസരിച്ച് 50,000 റിയാൽ അല്ലെങ്കിൽ അതിന് മുകളിൽ മൂല്യം വരുന്ന പണം, സ്വർണം, വജ്രം ഇത്തരം വസ്തുക്കളൊക്കെ നമ്മുടെ കൈവശം യാത്രയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും കസ്റ്റംസ് ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്തിരിക്കണം. ഇനി ഈ കസ്റ്റംസ് ഡിക്ലറേഷൻ ഫോം എയർപോർട്ടിൽ നിന്ന് നമുക്ക് നേരിട്ട് ലഭിക്കും. ഇനി കരമാർഗമാണ് പോകുന്നതെങ്കിൽ റോഡ് അതിർത്തിയിലോ അതല്ല പോർട്ടുകളിലോ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഇതിൽ ഉൾപ്പെടുന്ന വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് കൂടി പറയാം. ഖത്തർ കറൻസി, മറ്റ് രാജ്യങ്ങളുടെ കറൻസികൾ, ഡോക്യുമെൻ്റ് രൂപത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്ന് പറയുമ്പോൾ ചെക്കോ പ്രോമിസറി നോട്ട്സോ, ഇനി ലോഹങ്ങളാണെങ്കിൽ സ്വർണം, വെള്ളി, പ്ലാറ്റിനം, അമൂല്യമായ രത്നങ്ങൾ, മരതകം, മാണിക്യം, മുത്ത് ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഇതിൻ്റെ പരിധിയിൽപ്പെടുന്നതാണെന്ന് ഓർക്കുക. 50,000 റിയാലോ അതിന് മുകളിലോ മൂല്യമുള്ള ഇത്തരം വസ്തുക്കൾ കൈവശം വെച്ചിട്ടും കസ്റ്റംസ് ഡിക്ലറേഷൻ ഫോം കൃത്യമായി ഫില്ല് ചെയ്യാതിരിക്കുകയോ അതിൽ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം വരെ ജയിൽ ശിക്ഷ ലഭിച്ചേക്കാം. അതല്ലെങ്കിൽ 1 ലക്ഷം റിയാൽ തൊട്ട് 5 ലക്ഷം റിയാൽ വരെ ഫൈനോ, ഈ പിടിച്ചെടുത്ത വസ്തുക്കളുണ്ടല്ലോ അത് കൂടാതെ അതിൻ്റെ മൂല്യത്തിൻ്റെ ഇരട്ടിത്തുക ഫൈനോ കൊടുക്കേണ്ടി വന്നേക്കാം.